नमस्ते दोस्तों, ഹിന്ദി വേൾഡ് में आप सबका स्वागत है. അപ്പോൾ നമ്മൾ ഈ ചാനലിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹിന്ദി കോമ്പറ്റേറ്റീവ് എക്സാംസിനെല്ലാം ഉപകാരപ്പെടുന്ന ക്വസ്റ്റ്യൻസുകളായിരിക്കും. അതായത് ഇപ്പോൾ PSCയുടെ ആണെങ്കിൽ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ എടുക്കും, അതിൻ്റെ ആൻസർ പറയും, പിന്നെ ആ ആൻസറുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളിക്കാനായിട്ട് ഞാൻ ഇതിൽ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് തന്നെ കിടക്കാം. आदिकाल में घड़ी बोली को काव्य की भाषा बनाने वाली कवि कौन थे? ആൻസർ വരുന്നത് അമീർ ഖുസ്രോയാണ്. അമീർ ഖുസ്രോയുമായി ബന്ധപ്പെട്ട മറ്റു ഫാക്റ്റാണ് ഇനി പറയാൻ പോകുന്നത്. അമീർ ഖുസ്രോ 1250 ईस्वी कासगंज जिले के पटियाले में जन्म. उनका असली नाम अब्दुल हसन. घड़ी बोली हिंदी का प्रथम कवि है. गुरु निज़ामुद्दीन औलिया. प्रसिद्ध रचनाएं घालिक बारी, ഖുസ്രോ की पहेलियाँ, मुकरियाँ, दो सगुने, गज़ल. രണ്ടാമത്തെ ചോദ്യം. आचार्य रामचंद्र शुक्ल ने हिंदी का प्रथम महाकाव्य किसे माना है? उत्तर പൃഥ്വിരാജ് രാസോ. പൃഥ്വിരാജ് രാസോ എഴുതിയ കവി ചന്ദബർദായി ആണ്. ഇതൊരു വീർരസ് പ്രധാൻ ഗ്രന്ഥമാണ്. ഇതിൽ 69 സർഗുണ്ട്. ഇതിനെ ഹിന്ദിക്ക പ്രഥമ മഹാകാവ്യ എന്ന് അറിയപ്പെടുന്നുണ്ട്. ഇതിലുള്ള ഛന്ദിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 16306, അതായത് 16306 ഛന്ദുകളാണുള്ളത്. ഈ ഗ്രന്ഥം പുത്ര ജൽഹണാണ് കംപ്ലീറ്റ് ചെയ്തത്. ചന്ദബർദായി എന്ന് പറയുന്നത് പൃഥ്വിരാജ് ചൗഹാൻ്റെ ദർബാരി കവിയായിരുന്നു. इस रचना को अप्रामाणिक मानने वाले हैं आचार्य रामचंद्र शुक्ल, कविराज श्यामल दास, डॉक्टर बूलर, मुंशी देवी प्रसाद, गौरी शंकर हीरानंद ओछादी. इस रचना को प्रामाणिक मानने वाले हैं डॉक्टर श्याम सुंदर दास, मोहनलाल विष्णुलाल पांड्या, मिश्र बंधु, കേണൽ ടാഡ് ആദി. അടുത്ത ചോദ്യമാണ്. വിദ്യാപതി की रचना पदावली की भाषा कौन सी है? ഉത്തരം മൈഥിലി. ഇനി വിദ്യാപതിയെക്കുറിച്ച് അറിയേണ്ട കുറച്ച് ഡീറ്റെയിൽസ് ആണ്. വിദ്യാപതിയുടെ ആശ്രയദാത എന്ന് പറയുന്നത് രാജാ ശിവസിംഗ് ആണ്. അപഭ്രംശ രചനായം कीर्ति पताका, कीर्तिलता. मैथिली भाषा में लिखित ग्रंथ है पदावली. मैथिल कोकिल, कविशेखर, अभिनव जयदेव आदि नाम से भी वे जाने जाते हैं. अभिनव जयदेव नाम दिया राजा जयसिंह ने. मैथिल कोकिल नाम दिया है हरिऔध ने. और इन्हें ശൃംഗാർ കവി ആയിട്ട് കാണുന്ന ആൾക്കാരാണ്, വ്യക്തിത്വങ്ങളാണ് ആചാര്യ രാമചന്ദ്ര ശുക്ല, രാംകുമാർ വർമ്മ. ഇനി ഇദ്ദേഹത്തെ ഭക്ത് കവിയായിട്ട് കാണുന്ന ആചാര്യന്മാരാണ് हजारी प्रसाद द्विवेदी, श्याम सुंदर दास आदि. विद्यापति के पद अधिकतर श्रृंगार के ही हैं, जिनमें नायिका और नायक राधा कृष्ण है. ഈ ഒരു കൊട്ടേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇത് പറഞ്ഞത് ആചാര്യ രാമചന്ദ്ര ശുക്ലാണ്. അടുത്ത ചോദ്യം. किसने पद्मावत को हिंदी में अपने ढंग की अकेली ट्राजिक कृति कहा है? എൻ്റെ ആൻസർ എന്ന് പറയുന്നത് വിജയദേവ് നാരായൺ സാഹിയാണ്. പദ്മാവത് എന്ന് പറയുന്നത് ജായസിയുടെ രചനയാണ്. അപ്പോൾ ജായസിയെക്കുറിച്ച് അറിയേണ്ട കുറച്ച് വിവരങ്ങൾ. ജായസി के अन्य रचनाएं अखरावट, आखिरी कलाम. अखरावट वर्णमाला के प्रत्येक अक्षर को लेकर सिद्धांत निरूपण है. ഇത് അവധി ഭാഷയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. ആഖിരി കലാം ഖയാമത്ത് കാ വർണ്ണൻ ഹെ. ഇതും അവധി ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ളതാണ്. പദ്മാവതും അവധി ഭാഷയാണ്. इसमें अन्योक्ति का प्रयोग है. उनका पूरा नाम है मलिक मोहम्मद ജായസി. പദ്മാവതിലെ നായക നായിക ആരാണെന്നാണ് പറയുന്നത്? ചിത്തൗഡ്ക രാജ രത്നസേൻ और സിംഹളദ്വീപ് की രാജകുമാരി പദ്മാവതി. അടുത്ത ചോദ്യം. किस कवि को कठिन काव्य का प्रेत कहा जाता है? आंसराണ് കേശവദാസ്. കേശവദാസ് രീതിബദ്ധ കവി है.
प्रमुख अलंकारवादी आचार्य हैं. ഇന്ദ്രജിത് സിംഗ് കെ ആശ്രയ മേ രഹത്തെ തെ. അദ്ദേഹത്തിൻ്റെ രചനകളാണ് രസികപ്രിയ, രാമചന്ദ്രിക, കവിപ്രിയ, രതൻ ഭാവനി, വീർസിംഗ് ദേവചരിത്, വിജ്ഞാനഗീത, ജഹാംഗീർ ജസചന്ദ്രിക, നഖ്ശിഖ്, ഛന്ദമാല. കവിപ്രിയ എന്ന് പറയുന്നത് അലങ്കാർ നിരൂപൺ ഗ്രന്ഥമാണ്. രസികപ്രിയയിൽ രസം, വൃത്തും കാവ്യദോഷിൻ്റെയൊക്കെ ലക്ഷണോദാഹരണമാണ് ഉള്ളത്. केशव के रसिकप्रिया का आधार ग्रंथ श्रृंगार तिलक है. रीति काव्य परंपरा के प्रवर्तक के रूप में केशवदास को माने जाते हैं. രാമചന്ദ്രിക को छंदों के അജായബകർ എന്ന് വിളിച്ചത് രാം സ്വരൂപ് ചതുർവേദിയാണ്. അടുത്ത ചോദ്യം, ബുദ്ധദേവ് के बाद का सबसे बड़ा ലോകനായക് തുളസീദാസ് को किसने कहा? അതിൻ്റെ ഉത്തരം വരിക ഗ്രിയേഴ്സനാണ്. തുളസീദാസിനെ കുറിച്ച് അറിയേണ്ട കുറച്ച് വിവരങ്ങൾ. एटा जिले के सोरोम नामक स्थान में जन्म. പാഞ്ച് ബഡേ ഗ്രന്ഥ് അദ്ദേഹം എഴുതിയത് രാംചരിതമാനസ്, വിനയ് പത്രിക, കവിതാവലി, ഗീതാവലി. ഇനി 7 ഛോട്ടെ ഗ്രന്ഥുണ്ട്. രാംലല നെഹ്ചു, കൃഷ്ണ ഗീതാവലി, വൈരാഗ്യ സന്ദീപനി, രാമാഗ്യ പ്രശ്നാവലി, ഭരവൈ രാമായൺ, പാർവതി മംഗൾ, ജാനകി മംഗൾ. ഇതിലേറ്റവും മുഖ്യമായ രചനയാണ് രാംചരിതമാനസ്. ഇത് അവധി ഭാഷയിൽ എഴുതപ്പെട്ടു. ഇതിലെ ശൈലി ദോഹ ചൗപ്പായി ശൈലിയാണ്. രാംകഥ പർ ആധാരിത മഹാകാവ്യമാണ്. അതിൽ 7 കാണ്ഡാണ്. തുളസിയുടെ ബ്രജ് ഭാഷയിൽ എഴുതിയ കൃതികൾ ചോദിക്കാറുണ്ട്. അതെന്ന് പറയുന്നത് കൃഷ്ണ ഗീതാവലി, കവിതാവലി, വിനയ് പത്രിക, ഗീതാവലി, വൈരാഗ്യ സന്ദീപനി, ദോഹാവലിയാണ്. रामाज्ञा प्रश्नावली की रचना तुलसी ने अपने मित्र ज्योतिषी पंडित गंगाराम के अनुरोध पर की थी. भरवई रामायण की रचना अपने मित्र रहीम के आग्रह पर की थी. विनय पत्रिका की रचना तुलसी ने कलिकाल से मुक्ति पाने हेतु राम के दरबार में प्रस्तुत करने हेतु की थी. അടുത്ത ചോദ്യം, അഷ്ടചാപ് के प्रमुख कवि कौन है? ഉത്തരം വരിക സൂർദാസ് ആണ്. सूरदासने कुछ അറിയേണ്ട കാര്യങ്ങൾ. सीही में जन्म, गुरु का नाम वल्लभाचार्य. उनके प्रसिद्ध 3 ग्रंथ सूरसागर, सुरसारावली, साहित्य लहरी. सूरदास की भक्ति का मेरुदंड है पुष्टि मार्ग. सूरसागर की कथा भागवत पुराण के 10वें स्कंद से ली गई है. सूरदास ब्रजभाषा के सशक्त कवि हैं. साहित्य लहरी में सूरदास के दृष्टकूट पद संकलित है. सूरदास को वात्सल्य रस का सम्राट कहते हैं. उनके रचनाओं में सख्य भक्ति देखने को मिलते हैं. അടുത്ത ചോദ്യം, മഹാരാജ് ജയസിംഗ് के आश्रित कवि कौन है? അതിൻ്റെ ആൻസർ ബിഹാരിയാണ്. ബിഹാരിയുടെ ഒരേ ഒരു ഗ്രന്ഥ് ബിഹാരി സത്സയി. അതിൽ 713 ദോഹെ സംകലിതാണ്. അദ്ദേഹം രീതിസിദ്ധ കവിയാണ്. രാജാ ജയസിംഗിൻ്റെ ദർബാരി കവി. बिहारी के संबंध में कहा जाता है कि उन्होंने गागर में सागर भर दिया है. അപ്പോൾ ഗാഗർ മേ സാഗർ ഭർന എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. बिहारी बिहार अंबिकादत्त व्यासकृत बिहारी सत्सई की टीका है. लल्लूलाल की लाल चंद्रिका भी बिहारी सत्सई की टीका है. 2 ബിഹാരി സത്സയിയുടെ ടീക്കകളുടെ പേരാണ് കൊടുത്തേക്കുന്നത്. ബിഹാരിക്കോ പീയൂഷ് വർഷി മേഘ് കി ഉപമ കിസ്നെ ദി എന്ന് ചോദിച്ചാൽ ശ്രീ രാധാചരൺ ഗോസ്വാമി.